പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ചാപ്റ്റർ ടു ഫിഫ്ത്ത് ചാപ്റ്റർ വരെ വളരെ വിശദമായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്തു അല്ലേ? അരിത്തമാറ്റിക് സീക്വൻസ്, സർക്കിൾസ്, ചാൻസ് ഓഫ് മാത്തമാറ്റിക്സ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആൻഡ് ട്രൈഗോണോമെട്രി ഓർ ട്രിഗണോമെട്രി. ദെൻ അനദർ സിക്സ്ത് ചാപ്റ്ററാണ്, ഒരു ചെറിയ ചാപ്റ്ററാണ് എങ്കിൽ പറയാൻ പോലും ഒരു 4 മാർക്ക് വരെ മാക്സിമം ആനുവൽ എക്സാമിന് വരുന്ന ഒരു സിക്സ്ത് ചാപ്റ്ററാണ് കോഓർഡിനേറ്റ്സ് അല്ലേ? കോഓർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഓടിയെത്തും എല്ലാവർക്കും എന്താ, എക്സ് വൈ അല്ലെങ്കിൽ നമ്പർ ലൈൻ മാർക്ക് ചെയ്യുക, പോയിൻ്റ് മാർക്ക് ചെയ്യുക എന്നൊക്കെയാണ്. ഇറ്റ് ഈസ് എ കോർഡിനേറ്റ് ജോമെട്രി, ഒരു ഫിഗറാണത് കോർഡിനേറ്റ് ജോമെട്രി അല്ലേ? എന്തായിരുന്നു കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ദ ജോമെട്രി സ്റ്റഡി ഓഫ് യൂസിങ് കോർഡിനേറ്റ്സ് അല്ലേ? സ്റ്റഡി ഓഫ് ജോമെട്രി യൂസിങ് ദി കോർഡിനേറ്റ്സ് ഈസ് കോൾഡ് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുക. സ്റ്റഡി ഓഫ് ദി ജോമെട്രിയെക്കുറിച്ചുള്ള ഒരു പഠനം യൂസിങ് ദി കോർഡിനേറ്റ്സ് വെച്ചിട്ട്, അതാണ് കോഓർഡിനേറ്റ് ജോമെട്രി. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രി, ജോമെട്രിക്കൽ ഫിഗർ കുറേ ഉണ്ടാവും. ചിലപ്പോൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാനുണ്ടാവും, പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനുണ്ടാവും. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് പാറ്റേൺ ആണ് കോഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ കോഓർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് എക്സ് ആക്സിസ്, വൈ ആക്സിസ് അല്ലേ? ആദ്യം ആക്സിസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ദെൻ ഹൊറിസോണ്ടൽ ലൈൻ ഈസ് കോൾഡ് എക്സ് ആക്സിസ്. ഹൊറിസോണ്ടൽ ലൈൻ ഈസ് കോൾഡ് എക്സ് ആക്സിസ്. ആക്സിസ് ആണ് ഹൊറിസോണ്ടൽ ലൈന്. ദെൻ വെർട്ടിക്കൽ ലൈൻ ഈസ് കോൾഡ് വൈ ആക്സിസ്. വെർട്ടിക്കൽ ലൈൻ ഈസ് കോൾഡ് വൈ ആക്സിസ്. അപ്പോൾ ആദ്യം ആക്സിസ് എന്താണെന്ന് മനസ്സിലായി. ദെൻ എക്സ് ആക്സിസിൽ റൈറ്റ്, ദെൻ ഇത് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ്, മിഡ് പോയിൻ്റ് അല്ല, ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഈസ് കോൾഡ് ഒറിജിൻ ആണ് ഈ പോയിൻറ്റിന്. ദെൻ എക്സ് ആക്സിസ് ഹൊറിസോണ്ടൽ ലൈനാണ് എക്സ് ആക്സിസ്. ദെൻ റൈറ്റ് സൈഡ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിരിക്കും, പോസിറ്റീവ് പാർട്ട്. ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ്, അതിനെ എക്സ് ഡാഷ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. റൈറ്റ് എക്സ് ആണെങ്കിൽ ലെഫ്റ്റ് എക്സ് ഡാഷ്, നെഗറ്റീവ് പാർട്ട് എക്സ് ഡാഷ്. ദെൻ വെർട്ടിക്കൽ ലൈൻ വൈ ആക്സിസ്, അപ്പർ പോർഷൻ വൈ എന്ന് പറയും, പോസിറ്റീവ് വൈ. ലോവർ പോർഷൻ വൈ ഡാഷ്, നെഗറ്റീവ് വൈക്കാണ് വൈ ഡാഷ് എന്ന് പറയും. അപ്പോൾ എന്താണ് ആദ്യം കോർഡിനേറ്റ്സ് എന്ന് മനസ്സിലാക്കി വെക്കുക. എക്സ് പോയിൻറ്റും വൈ പോയിൻറ്റും പ്ലോട്ട് ചെയ്യുന്ന ഒരു പിക്ചർ കോൺസെപ്റ്റാണ് കോർഡിനേറ്റ് ജോമെട്രി ആയിട്ട് മാറുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ജോമെട്രി യൂസിങ് വിത്ത് ദി കോർഡിനേറ്റ്സ്, അതാണ് കോർഡിനേറ്റ് ജോമെട്രി. അതിൽ നമുക്ക് വേണ്ട പ്ലെയിനാണ് കാർട്ടിഷ്യൻ പ്ലെയിൻ എന്നാണ് ഇതിനെ ഓൾറെഡി പറയാം. ഇതിനെന്താ പറയുക? കാർട്ടിഷ്യൻ പ്ലെയിൻ, എക്സ് വൈ പ്ലെയിൻ എന്ന് വേണേൽ പറയാം. എക്സ് വൈ പ്ലെയിൻ, കാർട്ടിഷ്യൻ പ്ലെയിൻ എന്നൊക്കെ പറയാം. ദെൻ ഹൊറിസോണ്ടൽ ലൈൻ ഈസ് കോൾഡ് എക്സ് ആക്സിസ്, വെർട്ടിക്കൽ ലൈൻ ഈസ് കോൾഡ് വൈ ആക്സിസ്. ദെൻ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഈസ് കോൾഡ് ഒറിജിൻ. അപ്പോൾ കാർട്ടിഷ്യൻ പ്ലെയിൻ എന്ന് കേട്ടാൽ ഞെട്ടിപ്പോണ്ട. കാർട്ടിഷ്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിൻ, പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്ന പ്ലെയിനാണ് കാർട്ടിഷ്യൻ പ്ലെയിൻ. കാർട്ടിഷ്യൻ പ്ലെയിൻ അഥവാ എക്സ് വൈ പ്ലെയിൻ എന്നാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുക. ദെൻ ഇവിടെ കോർഡിനേറ്റ്സ് ഒക്കെ പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത് അല്ലേ? ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നു. ജസ്റ്റ് 1 2 3 1 2 3 ഒക്കെ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ദെൻ ലെഫ്റ്റ് സൈഡിൽ എന്താ വരുന്നു? -1 -2 -3 1 2 3 4 -1 -2 -3 -4. ഈ ഒരു സ്ട്രക്ചറാണ് ശരിക്കും കാർട്ടിഷ്യൻ പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. കാർട്ടിഷ്യൻ പ്ലെയിൻ ഓർ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയും. ദെൻ ഹൊറിസോണ്ടൽ ലൈൻ ഈസ് കോൾഡ് എക്സ് ആക്സിസ്. ദെൻ വെർട്ടിക്കൽ ലൈൻ ഈസ് കോൾഡ് വൈ ആക്സിസ്. ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ്, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഇൻ്റർസെക്റ്റിംഗ് അറ്റ് പോയിൻ്റ് 0 0, ദാറ്റ് ഈസ് കോൾഡ് ഒറിജിൻ എന്നാണ് പറയുക. ഇനി ഇതിൽ പിക്ചർ തന്നിട്ട് ഇതിൻ്റെ കോർഡിനേറ്റ്സൊക്കെ, മിസ്സിംഗ് കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, മിസ്സിംഗ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക, ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. പിന്നീട് അത് നെക്സ്റ്റ് സെക്ഷനും മിസ്സിംഗ് കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക തന്നെ. തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി 2 പോയിൻറ്റ്സ് അത് കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ്. അപ്പോൾ ഇവിടെ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യണമെങ്കിൽ ഒരു എക്സ് പോയിൻ്റ് വേണം, ഒരു വൈ പോയിൻ്റ് വേണം, എന്നാലേ നമുക്കൊരു കോർഡിനേറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് പോയിൻ്റ് വേണം, വൈ പോയിൻ്റ് വേണം.
എക്സ് കോമ വൈ ജോയിൻ ചെയ്ത പോയിൻറ്റിനെ നമ്മളെന്ത് പറയുന്നത്? കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക 1,2 ഒരു കോർഡിനേറ്റ്സ് ആണ് 1,2. ഈ 1,2 മാർക്ക് കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാർട്ടീഷ്യൻ പ്ലെയിനിൽ മാർക്ക് ചെയ്യണ്ടേ? എക്സ് ആണ് 1, ഫസ്റ്റ് പോയിൻ്റ് എക്സ്, സെക്കൻഡ് പോയിൻ്റ് വൈ, ദെൻ 1 ഇവിടെ നേരെ 1, ദെൻ 2, ദാറ്റ് ഈസ് ഈ പോയിൻറ്റിനെ നമ്മളെന്ത് പറയുന്നത്? 1,2 അല്ലേ? കാർട്ടീഷ്യൻ പ്ലെയിനിൽ എക്സ് പോയിൻ്റ് ഫസ്റ്റ് നമ്മൾ എപ്പോഴും പറയും എക്സ് പോയിൻ്റ്, ദെൻ സെക്കൻഡ് പോയിൻ്റ് 2, അതായത് വൈ പോയിൻ്റ്. ഈ എക്സ് പോയിൻ്റ് ഈസ് ഓൾസോ നോൺ ആസ് അബ്സിസ എന്നും പറയും. എക്സ് പോയിൻറ്റിനെ പറയുന്ന പേര് അബ്സിസ. അബാക്കസ് അല്ല കേട്ടോ, അബ്സിസ എന്ന് പറയും. അബ്സിസ, ABSCISS, അബ്സിസ എന്ന് പറയും. എക്സ് പോയിൻറ്റിന് വേറൊരു പേരാണ് അബ്സിസ. ദെൻ വൈ പോയിൻ്റ് ഈസ് കോൾഡ് ഓർഡിനേറ്റ്. വൈ പോയിൻറ്റിന് ലാസ്റ്റ് എഴുതാം, നോട്ട് ലാസ്റ്റ് എഴുതാം. വൈ പോയിൻ്റ് ഈസ് കോൾഡ് ഓർഡിനേറ്റ്. ദെൻ എക്സ് വൈ പോയിൻ്റ് ഈസ് കോൾഡ് കോഓർഡിനേറ്റ്. എക്സും വൈയും വരുന്നതിന് നമ്മളെന്ത് പറയുന്നു? കോഓർഡിനേറ്റ്. ആ കോഓർഡിനേറ്റ്സ് പോയിൻ്റ് മാർക്ക് ചെയ്യാനും തന്ന പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനും ജോമെട്രി തന്നിട്ട് അതിൽ നിന്ന് ഏരിയ കാണാനും പോയിൻറ്റ്സ് കാണാനും ഒക്കെയുള്ള വളരെ രസകരമായ ഒരു ചാപ്റ്ററാണ് കോഓർഡിനേറ്റ്സ്. ചെറിയ ചാപ്റ്ററാണ്, 4 മാർക്ക് വരെ മാക്സിമം ചോദിച്ചേക്കാം. ഒന്ന് ഡെഫിനിഷൻ എഴുതി വെച്ചേക്കുക, ഒരു ഡെഫിനിഷൻ എഴുതി വെച്ചേക്കുക. ആദ്യം ഈ പിക്ചർ വരച്ച് വെക്കണം എല്ലാവരും. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് ഡാഷ്, വൈ ഡാഷ്, പോസിറ്റീവ് ഡയറക്ഷൻ, നെഗറ്റീവ് ഡയറക്ഷൻ ഒക്കെ വരച്ച് വെച്ചിട്ട് എഴുതി വെക്കുക. We denote the position of സൈഡ് തിങ് വേണമെങ്കിൽ എഴുതാം. പൊസിഷൻസ് ആൻഡ് നമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. പൊസിഷൻസ് ആൻഡ് നമ്പേഴ്സ്. We denote the position of any point using the distances from two mutually perpendicular lines. ആ ഫിഗർ അവിടെ നമുക്ക് ബോർഡിൽ കാണാം. ഫുൾ സ്റ്റോപ്പ്. പോസിറ്റീവ് നമ്പേഴ്സ് ആർ യൂസ്ഡ് ടു ദി റൈറ്റ് ആൻഡ് അപ്വേർഡ്. Positive numbers are used to the right and upward from the point where the perpendicular lines meet, and negative numbers to the left and downward direction, Full stop. The numbers are marked at equal distances. അതാണ് ശ്രദ്ധിക്കേണ്ടത്. The numbers are marked at equal distances and 0 is at the common point to both lines. That is origin. അടിയിൽ അടുത്ത ലൈനിൽ അടുത്തൊരു പോയിൻ്റ് ആക്കി എഴുതി വെച്ചേക്കുക, ഒരു ബോക്സിലാക്കി വെച്ചേക്കുക. ദി പെർപെൻഡിക്കുലർ ലൈൻസ് വി ഡ്രോ ടു മാർക്ക് ദി പൊസിഷൻ ഓഫ് പോയിൻറ്റ്സ് are called the axis of coordinates. The horizontal line is the x-axis and the vertical line is the y-axis. Horizontal line is the x-axis and the vertical line is the y-axis. എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പോയിൻ്റായിട്ട് എഴുതി വെക്കേണ്ടത് അല്ലേ? എഴുതി വെച്ചല്ലോ. ഇനി വേണമെങ്കിൽ അടിയിൽ വേണം ഒരു പോയിൻ്റ് എഴുതിക്കുക. ദ എക്സ് പോയിൻ്റ് ഈസ് ഓൾസോ കോൾഡ് അബ്സിസ ആൻഡ് വൈ പോയിൻ്റ് ഈസ് ഓൾസോ കോൾഡ് ഓർഡിനേറ്റ്. എക്സ് പോയിൻറ്റിനെ പറയും അബ്സിസ എന്ന് പറയും, വൈ പോയിൻറ്റിനെ ഓർഡിനേറ്റ് എന്ന് പറയും. എക്സ് വൈ പോയിൻ്റ് ഈസ് കോൾഡ് കോഓർഡിനേറ്റ്.
എക്സും വൈയും ചേരുന്നത് കോഓർഡിനേറ്റ്സ്. അപ്പോൾ ഫിഗർ കറക്റ്റ് ആദ്യം വരച്ച് വെച്ചിരിക്കുന്ന ഫിഗർ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, പോസിറ്റീവ് ഡയറക്ഷൻ എക്സിൽ റൈറ്റ്, എക്സിൽ നെഗറ്റീവ് ലെഫ്റ്റ് ഡയറക്ഷൻ, വൈയിൽ അപ്വേർഡ് ഡയറക്ഷൻ, ദെൻ പോസിറ്റീവ് ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ്സ്. അപ്പോൾ എന്താണ് ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ അല്ലെങ്കിൽ ഒരു എക്സ് വൈ പ്ലെയിൻ, എന്താണ് ഒരു കോർഡിനേറ്റ് പ്ലെയിൻ എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി അല്ലേ. നമ്പർ ലൈൻ ഇൻ്റർസെക്റ്റിംഗ് at a particular point, that is origin. A horizontal line is called x-axis, vertical line is called y-axis അല്ലേ. മെനി പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ആക്സിസ് എന്നാണ് അതിനെ പറയുക. ഹൊറിസോണ്ടൽ ആക്സിസ്, എക്സ് ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസ്, വൈ ആക്സിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മളൊരു ഐഡിയ വന്നു എന്തൊക്കെയാണ് കോർഡിനേറ്റ്സ്, എവിടെയൊക്കെ കോർഡിനേറ്റ്സ് വരും, എങ്ങനെയൊക്കെ മാർക്ക് ചെയ്യാം എന്നുള്ളത് അല്ലേ. ഇപ്പം പറയാണ് മാർക്ക് ദി പോയിൻ്റ്, ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. മാർക്ക് ദി പോയിൻ്റ് 3,4. Mark the coordinates 3,4, 3,4, 2,5, -1,3 ആണ് നമ്പർ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്പർ കാർട്ടീഷ്യൻ പ്ലെയിൻ, മാർക്ക് ഓൺ ദി കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുമ്പം ആദ്യം കാർട്ടീഷ്യൻ പ്ലെയിൻ വരയ്ക്കുക. എക്സാമിന് വരുന്ന ഒന്നല്ല, ജോമെട്രിയാണ് നിങ്ങൾക്ക് എക്സാമിന് വരിക, പക്ഷെ ഞാനത് കാണിച്ചു തരാണ്. അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യണം 0, എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ വരച്ചു. 0 കോർഡിനേറ്റ് ആണ് ഒറിജിൻ. 1, 2, 3, 4 ഈക്വൽ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്തു. ലെഫ്റ്റിൽ -1, -2, -3, 1, 2, 3, 4, 5, -1, -2, -3. എക്സ് ആക്സിസ് എവിടം വരെ വേണം എന്നുള്ളത് നമ്മൾ നോക്കണം. എക്സ് പോയിൻ്റ് 3ഉം 2ഉം 1 അല്ലേ ഉള്ളൂ. അപ്പോൾ ഏകദേശം എവിടം വരെ മാർക്ക് ചെയ്തു. വൈ പോയിൻ്റ് വരുന്നത് 4, 5, 3 വരെ ഉണ്ട്. അപ്പോൾ വൈ 5 വരെ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്രോക്സിമേറ്റ് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി 3,4 ആണ് ഫസ്റ്റ് പോയിൻ്റ്. x3 ഫസ്റ്റ് പറയുന്ന പോയിൻ്റ് x3, y4. അപ്പോൾ ഇവിടെ സ്കെയിൽ വെച്ച് 3യിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്നു. ഈ പോയിൻ്റ് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് എക്സും വൈയും കൂടി ജോയിൻ ചെയ്യുന്ന ദിസ് പോയിൻ്റ് ഇസ് കോൾഡ് 3,4. ആ പോയിൻറ്റിനെ നമ്മളെന്ത് പറയുന്നത്? 3,4. 2,5 x2 ആണ്, y5 ആണ്. ഇത് സ്കെയിൽ വെച്ചതാണ് കേട്ടോ. ഞാനങ്ങനെ ലൈനൊന്നും വരയ്ക്കേണ്ട. നമ്മളെ പ്ലാന് വരയ്ക്കുമ്പോൾ, വീടിൻ്റെ പ്ലാന് വരയ്ക്കുമ്പോൾ ലൈനൊന്നും വരയ്ക്കരുത്. 2,5 സ്കെയിൽ പിടിക്കുന്ന, അങ്ങനെ 2ൻ്റെ നേരെ പിടിക്കും, 5ൻ്റെ നേരെ സ്കെയിൽ വെച്ചിട്ട് 2,5 ദാറ്റ് ഈസ് പോയിൻ്റ്. -1,3. -1 എവിടെയാണ് മക്കളെ? എക്സ് ആക്സിസിൽ. ഇതാ -1. 3 എവിടെയാണ്? വൈയിൽ. അപ്പം -1 എന്ന് നേരെ ജമ്പ് ചെയ്തു, 3യിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ചാടി. അപ്പോൾ എത്ര വന്നു? -1,3. അപ്പോൾ ഏതൊരു കോർഡിനേറ്റ്സും കാർട്ടീഷ്യൻ പ്ലെയിനിൽ മാർക്ക് ചെയ്യാൻ ഫസ്റ്റ് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു ജോമെട്രി തന്നു കഴിഞ്ഞാൽ ഇന്ന കോർഡിനേറ്റ്സ് ആണത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. സ്കെയിൽ വെച്ചിട്ടുള്ള പൊസിഷനാണ് ഇവിടെ കാണിച്ചത്. ആ പൊസിഷനാണ് പ്ലെയിനിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഒരാളോട് വേറൊരു പോയിൻറ്റോട് ചോദിച്ചു 0, 4ഉം 4, 0യും മാർക്ക് ചെയ്യണം. 0, 4ഉം 4, 0. 0, 4 മീൻസ് x0 ആണ്, y4 ആണ്. x0 എന്ന് പറയുന്ന എല്ലാത്തിനും 0 വരുന്ന എവിടെയാണ് അല്ലേ. y4 എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ആക്സിസിൻ്റെ മുകളിലാണ് ഉണ്ടാകുക. 0, 4 എപ്പോഴും എവിടെയാണ് പോയിൻ്റ് ഉണ്ടാകുക? പോയിൻ്റ് ഓൺ വൈ ആക്സിസ്. x=0, പോയിൻ്റ് വൈ ആക്സിസിലായിരിക്കും. x=0, പോയിൻ്റ് ഓൺ വൈ ആക്സിസ്. ഇനി അടുത്ത നെക്സ്റ്റ് പോയിൻ്റ് എന്താ? 4,0 ആണ്. 4,0 x4 ആണ്, y0 ആണ്. അപ്പോൾ എവിടെയാണ് ഉണ്ടാകുക? പോയിൻ്റ് ഓൺ എക്സ് ആക്സിസിലാണ് ഉണ്ടാകുക. അത് ശ്രദ്ധിക്കണം കേട്ടോ. x0 ആണെങ്കിൽ പോയിൻ്റ് ഓൺ വൈ ആക്സിസ് ആയിരിക്കും, y0 ആണെങ്കിൽ പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ് ആയിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 0 വരുമ്പോൾ പോയിൻ്റ് ആക്സിസിൻ്റെ മുകളിലാണ് ഉണ്ടാവുക, ആക്സിസിലാണ് ഉണ്ടാവുക. ശ്രദ്ധിക്കണേ. 0, 4 x0 y ആക്സിസ്, പോയിൻ്റ് ഓൺ വൈ ആക്സിസ്. 4, 0 x4 y0, അപ്പോൾ പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ്. അപ്പോൾ ശ്രദ്ധിച്ചോളുക. x=0, പോയിൻ്റ് ഓൺ വൈ ആക്സിസ്, y=0, പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ്. അത് ഓർത്ത് വെച്ചിരിക്കണം. x=0, പോയിൻ്റ് ഓൺ വൈ ആക്സിസ്, y=0, പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ്. അപ്പോൾ നമ്മുടെ
ഞാൻ 5 പോയിൻറ്റ്സ് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തു. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണത്. ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു പിക്ചറിലൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 0 4 മാർക്ക് ചെയ്തു, 4 0 മാർക്ക് ചെയ്തു, 3 4 മാർക്ക് ചെയ്തു, 2 5 മാർക്ക് ചെയ്തു, -1, 3 മാർക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 0 4 എക്സ് ആക്സിസ് 0 വൈ ആക്സിസിൽ 4 രണ്ടിലും കൂടി എല്ലാത്തിനുള്ള 0 ആരാണ്? ആ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഒറിജിനാണ്. അപ്പോൾ 0 4 എക്സ് ഈക്വൽ ടു 0 ദെൻ പോയിൻ്റ് ഓൺ വൈ ആക്സിസ്, വൈ ഈസ് ഈക്വൽ ടു 0 പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇതാണ് കാർട്ടീഷ്യൻ പ്ലെയിന് വെച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് കുറച്ച് ജോമെട്രിയാണ് അല്ലേ, കോർഡിനേറ്റ് ജോമെട്രിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. എന്താ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ജോമെട്രി യൂസിങ് വിത്ത് ദി കോർഡിനേറ്റ്സ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് തുടങ്ങാം. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ്. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ്. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ്. Find the coordinates of the vertices of the triangle in the figure. Of the triangle in the figure. അപ്പോൾ ഒരു ട്രയാങ്കിൾ തരും. അതാണ് ജോമെട്രീൻ്റെ പ്രത്യേകത. കോർഡിനേറ്റ് ജോമെട്രി അവർ പറയുമ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ അവർ തന്നിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് പോയിൻ്റ് എങ്ങനെ മാർക്ക് ചെയ്യേണ്ട പണിയുള്ളൂ? 0 1 2 -1 -2 -1 -2 1 2 3 4 അവരിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങനെ തന്നിട്ടുണ്ട്. അവർ 1ൻ്റെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചത് ഇങ്ങനെയാണ്. -1ഉം -20 മിഡ് പോയിൻറ്റിലേക്കാണ് മാർക്ക് ചെയ്ത് വെച്ചത്. ഇവിടെ ഇങ്ങനെ ട്രയാങ്കിൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് 1 ഇൻ ബിറ്റ്വീൻ 1 and 2. അപ്പോൾ പിക്ചർ കറക്റ്റ് നോക്കണേ. 1 and 2 -1 and -2 മിഡ് പോയിൻറ്റിലാണ് മാർക്ക് ചെയ്ത് വെച്ചത്. അത് കറക്റ്റ് അവിടെ അങ്ങനെ കാണിച്ചിരിക്കും. മിഡ് പോയിൻ്റ് ആണെന്നുള്ളത് കാണിച്ചിരിക്കും. വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഗ്രാഫൊന്നും തരില്ല. ഒരു ഇമാജിനറി കോൺസെപ്റ്റ് ഫിഗർ മാത്രമാണ് തരിക. നമ്മൾ അതിൽ നിന്ന് ഇമാജിൻ ചെയ്തിട്ട് മിഡ് പോയിൻ്റ് ആണെന്ന് കാണണം. മിഡ് പോയിൻ്റ് അല്ലാത്ത വേറെ പോയിൻ്റ് അവിടെ തരേണ്ട ആവശ്യമില്ല, കാരണം വേറെ ലൈൻസ് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ അതാണ് പിക്ചർ പറഞ്ഞിരിക്കുന്നത്. ട്രയാങ്കിൾ നെയിം തന്നിട്ടുണ്ട് ABC. ഈ പോയിൻ്റ് ABC. Find the coordinates, 3 coordinates of the given geometry അല്ലെങ്കിൽ given figure, given triangle. അപ്പോൾ ഫിഗർ ഇപ്പോൾ നമ്മൾ എടുത്ത് വരയ്ക്കണമെന്നൊന്നുമില്ല. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ വരച്ചാൽ ഭംഗിയായി, കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അവർ ഗിവൺ ഫിഗറാണ്. അപ്പോൾ ഏതൊക്കെയാണ് കോർഡിനേറ്റ്സ്? കോർഡിനേറ്റ്സ് ഏതാ മക്കളെ? 0 0 1 2 3 4. കോർഡിനേറ്റ് ഈക്വൽ ടു 0, 4. വൃത്തിയായിട്ട് എഴുതണം. എക്സ് ആക്സിസ് ആണ് 0, വൈ ആക്സിസ്, ഇത് ആക്സിസ് ഏതാ? ഹൊറിസോണ്ടൽ ലൈന് എക്സ് ആക്സിസും വെർട്ടിക്കൽ ലൈൻ ആരാണ്? വൈ ആക്സിസ്. വെർട്ടിക്കൽ ലൈനിൻ്റെ മുകളിലാണ് ആരുള്ളത്? കോർഡിനേറ്റ് ഉള്ളത്, പോയിൻ്റ് ഉള്ളത്. അപ്പോൾ 0, 4 ആണ് ഇൻ്റർസെക്റ്റ് ചെയ്തത്. ദെൻ ലെഫ്റ്റ് വരുന്നത് നെഗറ്റീവ് പാർട്ടാണ് ബി വരുന്നത് എക്സ് ആക്സിസ് ആണത്. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ മുകളിലാണ് ബിയും സിയും ഉള്ളത്. അപ്പോൾ എക്സ് പോയിൻ്റ് ആണുള്ളത്. ഇൻ ബിറ്റ്വീൻ -2 and -1. -2ൻ്റെയും -1ൻ്റെയും മിഡിൽ ആരാ? -1.5. -1.5, 0. ശരിയല്ലേ? വൈ ഇല്ല, വൈ 0. എക്സ് ആക്സിസിലെ പോയിൻറ്റ് വൈ ഈക്വൽ ടു 0, വൈ ആക്സിസിലെ പോയിൻറ്റ് എക്സ് ഈക്വൽ ടു 0. നോക്കുക, വൈ ആക്സിസിലെ പോയിൻ്റ് ആകുമ്പോൾ 4 ആയിരുന്നു, എക്സ് ഈക്വൽ ടു 0. എക്സ് ആക്സിസിലെ പോയിൻ്റ് ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് -1.5, 0. സി പോയിൻ്റ് എപ്പോഴെന്തായിരിക്കും? കോമൺ ആയിട്ട് നിങ്ങൾക്ക് പറയാമല്ലോ. ഇൻ ബിറ്റ്വീൻ 1 and 2, മിഡിൽ ഓഫ് ദി 1 and 2, 1.5, 0. എക്സ് ആക്സിസ് പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ 3 പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? 3 കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 0, 4, B -1.5, 0, C 1.5, 0 are the coordinates of the given triangle ABC. അപ്പോൾ ഫിഗർ വരച്ച് ഇങ്ങനെ കോർഡിനേറ്റ്സ് എഴുതി വെച്ചാൽ തന്നെ ഫിഗറിന് വേണമെങ്കിൽ ഹാഫ് മാർക്ക് തരാം. ഫിഗർ വരച്ചോളി. ഇനി 3 കോർഡിനേറ്റ്സ് എഴുതിയാൽ 2 മാർക്കായിട്ട് നിങ്ങൾക്ക് കിട്ടി. ഓരോ കോർഡിനേറ്റ്സിന് ഹാഫ് മാർക്ക്. ഒരു ശ്രദ്ധിക്കുക, സിമ്പിൾ അല്ലേ? 0, 4, x 0, y 4. ആക്സിസ് ശ്രദ്ധിക്കണം, അത് തല തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ
തല തിരിഞ്ഞ് നമ്മൾ മട്ടൽ മേ ചവിട്ടിയോണായി പോകും. ഇവിടെ ചവിട്ടുമ്പോൾ അവിടെ പൊന്തും, അവിടെ ചവിട്ടുമ്പോൾ ഇവിടെ പൊന്തും. കോർഡിനേറ്റ്സ് തലതിരിഞ്ഞ് പോകരുത്. അപ്പോൾ 0, 4, a point -1.50 ദാറ്റ് ഈസ് കോർഡിനേറ്റ്സ് ബി പോയിൻ്റ്. എക്സ് ആക്സിസിൽ y = 0 ആയിരിക്കും. ദെൻ റൈറ്റ് സൈഡ് പോസിറ്റീവാണ് 1.5, അല്ലേ? അപ്പോൾ ചിലർക്ക് ഒരു സംശയം ഉണ്ടാവും, 1 to ബിറ്റ്വീൻ തന്നെയല്ലേ? ആ പിക്ചറിൽ പറയും മിഡ് പോയിന്റിൽ മാർക്ക് ചെയ്താൽ മിഡ് പോയിൻ്റ് ആയിട്ട് ഓർത്താൽ മതി, അല്ലാണ്ട് സെപ്പറേറ്റ് വേറെ പോയിന്റിൽ മാർക്ക് ചെയ്ത് തരില്ല. 2.1, 2.3 അങ്ങനത്തെ പോയിന്റില്ല, മിഡിലാണ് പിക്ചർ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അധികം തല പുകയേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 3 പോയിൻറ്റ്സ് ഓഫ് ദി കോർഡിനേറ്റ്സ് ഓഫ് ട്രയാങ്കിൾ ABC കിട്ടിയല്ലോ. എ കോർഡിനേറ്റ്സ് എത്ര വന്നു? 0,4. ബി കോർഡിനേറ്റ്സ് എത്ര വന്നു? -1.5,0. സി കോർഡിനേറ്റ് എത്ര വന്നു? 1.5,0. റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് ഡയറക്ഷൻ, ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് ഡയറക്ഷൻ, അപ്പർ സൈഡിലേക്ക് പോസിറ്റീവ് ഡയറക്ഷൻ, ഡൗൺ ഡയറക്ഷനിലേക്ക് നെഗറ്റീവ്. റൈറ്റ് പോസിറ്റീവ്, ലെഫ്റ്റ് നെഗറ്റീവ്, അപ്പ് പോസിറ്റീവ്, ഡൗൺ നെഗറ്റീവ്. ഓർത്തോളാം. ട്രയാങ്കിൾസിൻ്റെ ചെയ്തു, ABC-യുടെ 3 കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്തത് ഒരു ചെറിയൊരു 3 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, വെറുതെ എഴുതി വെച്ചാൽ മതി. ദി y കോർഡിനേറ്റ്സ് ഓഫ് എനി പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ്. ദി y കോർഡിനേറ്റ്സ് ഓഫ് എനി പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ് 0. എക്സ് ആക്സിൽ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0. സെക്കൻഡ്, ദി എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിൻ്റ് ഓൺ y ആക്സിസ്. എക്സ് കോർഡിനേറ്റ് y ആക്സിസിലെ പോയിൻ്റ് ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 എന്ന് പറഞ്ഞാൽ മതി. അടുത്തത് വേണം ദ കോർഡിനേറ്റ്സ് ഓഫ് ദി ഒറിജിൻ 0. ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഒറിജിൻ എന്താ പറയുക? 0. വെറുതെ ഒന്ന് മാർക്ക് ചെയ്തെന്നും എത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത പിക്ചർ, ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ 3 വെർട്ടിസസ് ഓഫ് ദി റെക്റ്റാങ്കിൾ ബിലോ. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ 3 വെർട്ടിസസ്. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ 3 വെർട്ടിസസ് ഓഫ് ദി റെക്റ്റാങ്കിൾ ബിലോ. എക്സ് ആക്സിസ് 0, y ആക്സിസ് റെക്റ്റാങ്കിൾ വെറുതെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. 4,3 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ആ റെക്റ്റാങ്കിൾ നെയിം ചെയ്യാം, ABC. ഈ ഫിഗർ അവർ തരും, ക്വസ്റ്റ്യനിൽ തരുന്ന ഫിഗറാണ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് അതർ 3 വെർട്ടിസസ് ഓഫ് ദി റെക്റ്റാങ്കിൾ ബിലോ. ഒരു പോയിന്റ് തന്നിട്ടുണ്ട് B 4,3. എ കാണണം, സി കാണണം, ഒറിജിൻ എല്ലാവർക്കും അറിയാം 0. സംശയമുണ്ടോ? ഇല്ല, 0. അപ്പോൾ ഒറിജിൻ 0. എ കോർഡിനേറ്റ് എന്താ വരിക മക്കളെ? ഇവിടെ നോക്കൂ, ഇവിടുന്ന് മുതൽ ഇവിടം വരെ ആണ് എ. 4 അല്ലേ ഇവിടെ നിന്ന് വരുന്നത്? ഇതാ 4,3 അല്ലേ ഒരു പോയിൻ്റ് അവിടെ വരുന്നത്? 4,3 ആകുമ്പോഴല്ലേ, ഇവിടെ 4 ആകുമ്പോഴല്ലേ, എ പോയിൻ്റ് 4 ആകുമ്പോഴല്ലേ അവിടെ മാർക്ക് ചെയ്തത് 4,3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര വന്നു? ആക്സിസിൻ്റെ മുകളിലാണ് അല്ലേ, എക്സ് ആക്സിസിൻ്റെ മുകളിലാണ്. അപ്പോൾ എന്ത് വന്നു? 4,0. y എന്തായിരിക്കും? 0 ആയിരിക്കും. ആക്സിസിൻ്റെ മുകളിലാണ് എ കോർഡിനേറ്റ് കിടക്കുന്നത്. അപ്പോൾ 4,0 ഇതാ 4 കിട്ടുന്നത്. ദെൻ ബി പോയിൻ്റ് എക്സ് 4 ആണ്. അപ്പോൾ ഇവിടുന്ന് മുതൽ നേരെ പാരലലായിരിക്കും റെക്റ്റാങ്കിളിന് വരിക 40. ദെൻ നെക്സ്റ്റ് എന്തായിരിക്കും വരിക? സി പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാലോ. ദെൻ y ആക്സിസ് ഇതല്ലേ y ആക്സിസ്, വൈൻ്റെ പോയിൻ്റ് എത്രയാണ്? 3 അല്ലേ. അപ്പോൾ ഇവിടെ എത്ര വരും? ആക്സിസിൻ്റെ മുകളിലാവുമ്പോൾ എക്സ് 0 ആയിരിക്കും, 0,3. അപ്പോൾ എ പോയിൻ്റ് 4,0, ദാറ്റ് ഈസ് ദ 4,0. ദെൻ ബി പോയിൻ്റ് എന്താ വന്നിരിക്കുന്നത്? 0,3. ദാ 0 ഒറിജിനാണ്. ഈ ഡിസ്റ്റൻസ് എന്താണ്? 3 ആണ്. ഈ ഡിസ്റ്റൻസ് വരുന്നത് 3 യൂണിറ്റ് ആണ്. ഈ ഡിസ്റ്റൻസ് വരുന്നത് 4 യൂണിറ്റ് ആണ്. അത് ഓർത്തോളാം, കാരണം 4,3 വെറുതെ തന്നതല്ല, ഒരു ക്ലൂ ആണ്. 4 എക്സ് ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെയുള്ള മുഴുവൻ ഇവിടെ വരായിട്ട് വരുന്ന ഒക്കെ എന്തായിരിക്കും? 4ൽ പോകുന്ന പോയിൻറ്റ്സ് ആണ് എക്സിൽ. ഈ ഡിസ്റ്റൻസ് ഒക്കെ എന്താണ് വരുന്നത്? 3 യൂണിറ്റ് ആണ്. y ആക്സിസ് 3 യൂണിറ്റും എക്സ് ആക്സിസ് 4 യൂണിറ്റിലാണ് റെക്റ്റാങ്കിൾ ഫോം ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഒറിജിൻ 0, എ പോയിൻ്റ് 4,0, ബി പോയിൻ്റ് ഓൾറെഡി തന്നു 4,3, ദെൻ സി പോയിൻ്റ് 0,3. അടിയിൽ മാർക്ക് ചെയ്ത് ഇങ്ങനെ വെക്കണം. ഒറിജിൻ ഈക്വൽ ടു 0, എ പോയിൻ്റ് 4,0, സി പോയിൻ്റ് 0,3 എന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, മാർക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ സിമ്പിളാണത്. ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. കുറച്ചൊരു
തല പുകയേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ. ഓവർ തല പുകയാനൊന്നുമില്ല. കോമൺ സെൻസിൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. മിസ്സിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ ഒരു മെൻ്റൽ എബിലിറ്റിയാണത്. അടുത്തത്, ഇൻ ദി റെക്റ്റാങ്കിൾ ഷോൺ ബിലോ the sides are parallel to the axis and origin is the midpoint what are the coordinates of the other three vertices? മെഷർമെൻ്റ് ഒന്നും എടുക്കാതെ വരച്ചാൽ മതി കേട്ടോ. എക്സ് ആക്സിസ് വൈ, ഇത് 0 0, ഇത് എക്സ് തന്നെ, വൈ എക്സ് ഡാഷ്, ഇത് വൈ ഡാഷ്. ഒരു പോയിൻ്റ് ഇവിടെ തന്നിട്ടുണ്ട് 3,2. അതിന് മിസ്സിങ് കോർഡിനേറ്റ്സിനൊക്കെ നമുക്കൊരു നെയിം കൊടുക്കുക. എ ബി സി ഡി. ഇതാണ് ഫിഗർ പറഞ്ഞിരിക്കുന്നത്. റെക്റ്റാങ്കിൾ എ ബി സി ഡി, സി പോയിൻ്റ് 3,2. ഫൈൻഡ് ദി അതർ 3 വെർട്ടിസസ് എ, ബി, ഡി. ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് എന്താണ്? ഒറിജിൻ എന്താണ്? 0 ആണ് ഒറിജിൻ കേട്ടോ. ഫിഗർ കറക്റ്റ്, റെക്റ്റാങ്കിളൊക്കെ ഈ ഇതൊക്കെ കറക്റ്റായിട്ട് വരുന്നതാണ്. അളവൊന്നും എടുത്ത് വരയ്ക്കേണ്ട കേട്ടോ. 0 വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഡിസ്റ്റൻസ്, ലെഫ്റ്റ് ഡിസ്റ്റൻസ്, അപ്വേർഡ് ഡിസ്റ്റൻസ്, ഡൗൺവേർഡ് ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആയിരിക്കും. ദെൻ അതർ 3 വെർട്ടിസസ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പറയാൻ പറ്റും. അതും പിക്ചർ നോക്കിയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. നോക്കൂ, ഇവിടെ 3,2 എക്സ് പോസിറ്റീവാണ്, വൈ പോസിറ്റീവാണ്. അവ രണ്ടും പോസിറ്റീവ്. ദെൻ ഈ യൂണിറ്റ് എന്തായിരിക്കും വരിക? 3 അല്ലേ വരിക. ഇത് എന്തായിരിക്കും വരുന്നത്? 2 യൂണിറ്റ് ആണ് അല്ലേ. 3,2 എന്ന് വെറുതെ എഴുതിയല്ല, എക്സ് 3 ആണ്. ഇവിടുന്ന് മുതൽ ഇവിടം വരെ, ഒറിജിൻ ടു ദിസ് പോയിൻ്റ് വരെ എന്താണ്? 3 ഡിസ്റ്റൻസ് ആണ്. ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ -3, റൈറ്റോട്ടൊക്കെ +3. ഇതെന്താണ്? 2 യൂണിറ്റ് ആണ്. മുകളിലേക്ക് 2 പോസിറ്റീവ്, താഴേക്ക് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ എത്ര വരിക മക്കളെ? 3,-2. കറക്റ്റ് അല്ലേ? ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ 3 ആണ് ഡിസ്റ്റൻസ്. ഇതാ വെറുതെ അല്ല തന്നത് ഈ പോയിൻ്റ് 3. താഴേക്ക് എത്ര വരിക? -2. എന്തുകൊണ്ട് മൈനസ് വന്നു? ബിലോ ആണ്, ഡൗൺവേർഡ് ആണ്. ഒറിജിൻ പോയിൻ്റ് താഴേക്കാണ്. അപ്പോൾ 3,-2. എല്ലാ ഡിസ്റ്റൻസും 3യും 2ഉം 3യും തന്നെയാണ് ഒക്കെ ഡിസ്റ്റൻസ് ഉണ്ടാകുക. നെഗറ്റീവും പോസിറ്റീവും ഡയറക്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ബി കോർഡിനേറ്റ്സ് വരുന്നത് എക്സ് +3, വൈ -2. താഴത്തേക്ക് വരുന്നത് കൊണ്ട് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 3,-2. അപ്പോൾ ഇവിടേക്ക് എന്താ വരിക? എക്സ് -3 വരും. ഒക്കെ സെയിം ഡിസ്റ്റൻസ് ആണ്, റെക്റ്റാങ്കിൾ അല്ലേ. -3. വൈ എന്താ വരുന്നത്? -2. രണ്ടും താഴേക്കാണ്. -3,-2. ഡി പോയിൻ്റ് എന്താ മക്കളെ? എക്സ് -3 ലെഫ്റ്റിലാണ്, വൈ +2 ആണ്. -3,2. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഡിസ്റ്റൻസ്, എക്സിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ എന്താണ്? 3 യൂണിറ്റ് 2 യൂണിറ്റ് ആണ്. അത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കറക്റ്റ് നമ്മൾ എഴുതണം. 3,2 പോസിറ്റീവ് ഡയറക്ഷൻ, -3,2 നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ്, 2 നെഗറ്റീവ്. -3,-2. ഇവിടെയോ 3,-2. അപ്പോൾ ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ കേസ്, അങ്ങനെയുള്ള പർട്ടിക്കുലർ കേസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. റെക്റ്റാങ്കിൾസ് ആണ്, സൈഡ്സൊക്കെ പാരലായിട്ട് വരുന്ന കേസ്. അപ്പോൾ മിസ്സിംഗ് കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? ബി 3,-2, ഡി -3,2, എ -3,-2. എല്ലാം ആരെ വെച്ചിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്? 3,2നെ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്തത്. കാരണം എന്താണ്? മൂപ്പരാണ് നമ്മുടെ ക്ലൂ. ആ ക്ലൂ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്, ഓരോ പോയിൻറ്റ്സും കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ് 3യും വൈ 2 ആണ്. ഇതാ 0 to ഇവിടം വരെ 3 ആണ്, ഇവിടുന്ന് മുതൽ ഇവിടം വരെ 2 ആണ്. അതാണ് എക്സ് 3,2 എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് -3 ആയിരിക്കും, താഴത്തേക്ക് -2 ആയിരിക്കും എന്ന് ഓർത്തിരിക്കണം. കാരണം ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. റെക്റ്റാങ്കിൾസ് പറയുമ്പോൾ പാരലൽസ് ആണ് എല്ലാം വരുന്നത്, ഈക്വൽ ഡിസ്റ്റൻസ് ആണ് വരിക. അല്ലാണ്ട് വെറുതെ കളിക്കുന്നതല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് 3 വന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് 5 ആയി പോകുന്നില്ല. മനസ്സിലായില്ലേ? ഒരേ കോർഡിനേറ്റ്സ് തന്നെ എല്ലാം ആക്സിസിൻ്റെ ലെഫ്റ്റും റൈറ്റും അപ്പും ഡൗൺ ആണ് വരുന്നത് കേട്ടോ.
അപ്പോൾ മിസ്സിങ് കോർഡിനേറ്റ്സ് താഴെ എടുത്ത് എഴുതി വെക്കണം. A -3, -2, B 3, -2, D -3, 2. 3 പോയിൻ്റ് എഴുതി വെച്ച് ഫിഗർ വരച്ച് ഭംഗിയാക്കി വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് ലോജിക്ക് മാത്രമേ ഉള്ളൂ ഇതിന്. കാൽക്കുലേഷൻ ഒന്നുമില്ല കേട്ടോ, ഒരു കാൽക്കുലേഷനും ഇല്ല, ഒരു പരിപാടിയും ഇല്ല. പൊസിഷൻ നോക്കുക, അതാണ് പൊസിഷൻ ആൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. പൊസിഷൻ ആൻഡ് പോയിൻറ്റ്സ് എന്നാ സൈഡ് ഹെഡിങ് തന്നെ, പോയിൻറ്റ്സ് ആൻഡ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊസിഷൻ കണ്ടുപിടിക്കലാണ് നമുക്ക് മിസ്സിങ് കോർഡിനേറ്റ്സിൻ്റെ ഓരോ പൊസിഷൻ മാർക്ക് ചെയ്യലാണ് അടുത്ത പരിപാടി. അടുത്ത ക്വസ്റ്റ്യൻ, ദി ട്രയാങ്കിൾ ഷോൺ ബിലോ ഈസ് ഇക്വിലാറ്ററൽ. The triangle shown below is equilateral. Find the coordinates of its vertices. Find the coordinates of its vertices. Then figure varachu y, then x. Figure varachu x, y. 0 origin ആണ്. Equilateral ആണ്. Equilateral triangle ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന പോയിൻ്റ് 1, 2, 3, 4 ആണ്. 2ലേക്കാണ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുന്നത്. 1, 2, 3, 4. 1, 2, 3, 4 ആണ് മാർക്ക് ചെയ്തത്. A, B ഇത് O ആണ്, O പോയിൻ്റാണ്. നമുക്ക് മാർക്ക് ചെയ്യേണ്ട പോയിൻ്റുകൾ എയും കാണണം, ബിയും കാണണം, ഒയും കാണണം. ഇത് ഫിഗർ അവർ തന്നതാണ്. O പോയിൻ്റ് എല്ലാവർക്കും അറിയാം 0, 0 ഒറിജിൻ. A പോയിൻ്റ് എല്ലാവർക്കും അറിയാം 4, 0. തർക്കമുണ്ടോ? 4, 0 എന്നുള്ളത് എന്താ? 0 to 4 വരെ 4, y ആക്സിസ് 0 ആയിരിക്കും. പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ് y is equal to 0. പോയിൻ്റ് ഓൺ വൈ ആക്സിസ് x ഈക്വൽ ടു 0. പറഞ്ഞുകൊണ്ടേയിരിക്കണം. പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ് y is equal 0. പോയിൻ്റ് ഓൺ വൈ ആക്സിസ് x ഈക്വൽ 0. പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ് y is equal 0. പോയിൻ്റ് ഓൺ വൈ ആക്സിസ് x ഈക്വൽ ടു 0. അപ്പോൾ 2 പോയിൻ്റായി. ഇനി അടുത്ത പോയിൻ്റ് കാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കാണണം അല്ലേ. 2 ആണെന്ന് കിട്ടി, പക്ഷേ വൈയിലെ ആക്സിസിൽ ഏതാണെന്നുള്ളൊരു പോയിൻ്റ് പോലും നമുക്ക് പിടുത്തല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ദ ഗിവൺ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആൾട്ടിറ്റ്യൂഡ് വരച്ചിട്ട് 2 ട്രയാങ്കിളായിട്ട് മാറി. ഇത് 60 ഡിഗ്രി, 90 ഡിഗ്രി, 30 ഡിഗ്രി. ട്രിഗണോമെട്രി വന്നല്ലോ. ഞാനിതിന് ABC എന്ന് കൊടുത്തു. കൺസിഡർ ട്രയാങ്കിൾ OBC. എല്ലാവരും നോക്കിയേ, OBC പറഞ്ഞേ, OBC പറഞ്ഞേ, OBC. ആ ഷെയ്ഡഡ് ട്രയാങ്കിൾ നോക്കുക. അത് ഏത് ആംഗിളാണ്? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. എന്താ നമ്മൾ പഠിച്ചത്? 30, 60, 90. 1:√3:2. 30, 60, 90. 1:√3:2. 30യുടെ ഓപ്പോസിറ്റ് ഉണ്ടോ? ഉണ്ടല്ലോ. 0 to ഇവിടെ വരെ 2 വരല്ലേ, അപ്പോൾ 2 യൂണിറ്റ്. 60യുടെ ഓപ്പോസിറ്റോ കാണണം, 90യുടെ ഓപ്പോസിറ്റോ ആവശ്യമില്ല. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് ആരാണ്? 2 യൂണിറ്റ് ആണ്. ഒന്നും സെൻറ്റിമീറ്റർ അല്ല കേട്ടോ, ഒക്കെ യൂണിറ്റാണ് പറയാം. 0 to 2ൻ്റെ മുകളിലാണ് നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചത്. അതെന്തുകൊണ്ടാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2ൽ വരിക എന്ന് എല്ലാവർക്കും അറിയാം. 0 to 4 ആണ്, 4ൻ്റെ ഹാഫ് 2ലല്ലേ വരിക, ബേസിന് ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ 2 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് സൈഡ് 2√3, മറ്റേത് 4 ആണ് വരിക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര വരിക? ഈ ഡിസ്റ്റൻസ് എത്ര വന്ന്? 2√3 4. 2√3 4. അപ്പോൾ ബി കോർഡിനേറ്റ്സ് എത്ര വരുന്നു മക്കളെ? 2,2√3. 2,2√3. അപ്പോൾ ഈ ചാപ്റ്റർ ഏതുമായിട്ട് ചെറിയൊരു ലിങ്ക് വന്ന്? ട്രിഗണോമെട്രി ആയിട്ട് ചെറിയൊരു ലിങ്ക് വന്ന്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇൻ ദി ഫിഗർ OBA ഈസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. OBA. ദെൻ 0 to 4 മിഡ് ആൾട്ടിറ്റ്യൂഡ് കൺസ്ട്രക്ട് ചെയ്തു, 2ലേക്ക് വരച്ചു. ദെൻ ഒറിജിൻ പോയിൻ്റ് 0, 0. ദെൻ A പോയിൻ്റ് 4,0. 4 എക്സ് ആക്സിസിൽ y is equal to 0. Then equilateral triangle has divided into 2 triangle, right triangle, 30, 60, 90. Then 30യുടെ ഓപ്പോസിറ്റ് 2 ആണ്, 4ൻ്റെ ഹാഫ് 2 വരുന്നത് 2 യൂണിറ്റ് ആണ്. ദെൻ 60യുടെ ഓപ്പോസിറ്റ് 2√3. 2,2√3, 4. ഏത് റേഷ്യോ? 30, 60, 90. 1:√3 is 2.
30, 60, 90, 1 is root 3 is 2. 30, 60, 90, 1 is root 3 is 2. അപ്പോൾ 2, 2 root 3 and 4 ആണ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. 2 വരുമ്പോൾ എത്ര വന്നു? 2 root 3. എക്സ് ആക്സിസിൽ 2, വൈ ഡിസ്റ്റൻസ് 2 root 3. എക്സ് ആക്സിസിൽ 2, വൈ ഡിസ്റ്റൻസ് 2 root 3. Then missing point B is equal to 2, 2 root 3. 2, 2 root 3. 2, 2 root 3. വെറുതെ കണ്ടുപിടിക്കുന്നതാണോ? അല്ല. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ട്രിഗണോമെട്രിക് പ്രോപ്പർട്ടി, മിസ്സിംഗ് സൈഡ്സ്, റേഷ്യോസ് ആൻഡ് മിസ്സിംഗ് കോർഡിനേറ്റ്സ്. അങ്ങനെയാണ് പോയത്. അപ്പോൾ ഒരു ചാപ്റ്ററും ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ഏതെങ്കിലും ട്രിഗണോമെട്രി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എല്ലാ ചാപ്റ്ററും എന്ത് വരുന്നുണ്ട്? ഒരു ലിങ്കിങ് വരുന്നുണ്ട്. ആ ലിങ്കിങ് ഉള്ളത് കൊണ്ടാണ് നമുക്കൊന്നും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. മനസ്സിലായല്ലോ? അടുത്തത് ശ്രദ്ധിക്കുക. ഇൻ ദി പിക്ചർ the center O of the circle is the origin and A, B are points on the circle. Calculate the coordinates of A and B. അപ്പോൾ ട്രയാങ്കിൾ ചെയ്ത്, റെക്റ്റാങ്കിൾ ചെയ്ത്, അടുത്തെന്തിലേക്ക് കടന്നു? സർക്കിൾസ്. ഇങ്ങനെ തന്നെയല്ലേ നമ്മളെല്ലാ പരിപാടിയും ചെയ്യൽ. ആദ്യം ട്രയാങ്കിൾ ചെയ്യും, പിന്നെ റെക്റ്റാങ്കിളിലേക്ക് കിടക്കും, പിന്നെ സർക്കിൾസിലേക്ക് കിടക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇത് ഒറിജിനാണ് 0, 0. ഒരു പോയിൻ്റ് ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. എ പോയിൻ്റ്. ഒരു പോയിൻ്റ് ഇവിടെ ഉണ്ടോല്ലേ? ബി പോയിൻ്റ് ഉണ്ടായിക്കോട്ടെ. അപ്പോൾ നമുക്കൊരു കൺസ്ട്രക്ഷൻ നടത്തോലേ. ഇതിനെ സി എന്നെടുത്തു, ഈ പോയിൻറ്റിനെ ഡി എന്നെടുത്തു. വേറെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? റേഡിയസ് എന്താ പറഞ്ഞിട്ടുണ്ടോ? ഒരു പിക്ചറിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ആംഗിൾ 30 എന്ന് പറയുന്നുണ്ട്, ഇത് 2 ആണെന്നും പറയുന്നുണ്ട്. പിക്ചറിലുണ്ട് OS = 2 ആണെന്ന് കാണിച്ചിട്ടുണ്ട്. വൈ ആക്സിസ് വൈ ഡാഷ്, എക്സ് ഡാഷ്. എ കോർഡിനേറ്റുമാണ് നമ്മൾ കണ്ടത്, ബി കോർഡിനേറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. എ കോർഡിനേറ്റ്, ബി ഇത് 90 ആണ്, ഇവിടെ 90 ആണ്, ഇവിടെ 30. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നതാണ്. കൺസ്ട്രക്ഷൻ ഞാൻ ചെയ്തത് പെർപെൻഡിക്കുലർ BC കൺസ്ട്രക്ട് ചെയ്തു, പെർപെൻഡിക്കുലർ AD കൺസ്ട്രക്ട് ചെയ്തു. ബാക്കി എല്ലാം പിക്ചറിൽ തന്നതാണ്. A circle with center O, X axis and Y axis intersecting point origin, then OA and OB radii, angle AOB 90 degree, OA 2 unit, centimeter പറയില്ല, 2 unit, construct AD, perpendicular line AD and perpendicular line BC to X axis, X axisന് perpendicular line വരച്ചു. നമുക്ക് കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് A ആണ്, ദെൻ അടുത്ത കോർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് B ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ എല്ലാവരും മൈൻഡിലേക്ക് ഓടിയെത്തി. AOD ഒറിജിൻ അല്ലേ? AOD കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ AOD പറഞ്ഞേ. കൺസിഡർ ട്രയാങ്കിൾ AOD ഏത് റേഷ്യോയ്ക്കും വരിക? 30, ഇവിടെ 90, 60 അല്ലേ? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. റേഷ്യോ മക്കൾ പറഞ്ഞാട്ടെ. 1:√3:2. 30യുടെ ഓപ്പോസിറ്റോ AD കാണണം, 60യുടെ ഓപ്പോസിറ്റോ OD കാണണം, 90യുടെ ഓപ്പോസിറ്റ് എത്ര? 2. 90യുടെ ഓപ്പോസിറ്റ് 2 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 1√3. 30യുടെ ഓപ്പോസിറ്റ് 1, 60യുടെ ഓപ്പോസിറ്റ് √3. അപ്പോൾ ഈ പോയിൻ്റ് എത്ര വരും? OD ഡിസ്റ്റൻസ് എത്ര വന്ന്? √3. AD ഡിസ്റ്റൻസ് എത്ര വന്ന്? അപ്പോൾ 1. അപ്പോൾ എ പോയിൻ്റ് എത്ര വരും? √3,1. സിമ്പിൾ അല്ലേ? √3,1. ട്രിഗണോമെട്രി പഠിക്കാത്ത ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓനവിടെ ഇരിക്കും. ഓനെന്ത് ചെയ്യും? ഓനെങ്ങനെ അളന്ന് നോക്കും, സ്കെയിലൊക്കെ വെച്ച് അളന്ന് നോക്കിയിട്ട് കണ്ടിരിക്കും, കാണാൻ കഴിയില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. കൺസിഡർ ട്രയാങ്കിൾ AOD 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. 1:√3:2. 1:√3:2. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് 1 കിട്ടി, 60യുടെ ഓപ്പോസിറ്റ് √3 കിട്ടി, 90 ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ OD ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്?
OD ഡിസ്റ്റൻസ് √3, AD ഡിസ്റ്റൻസ് എത്ര 1. അപ്പോൾ എക്സ് ആക്സിസിലാണ് OD വരുന്നത് അല്ലേ. OD എക്സിൽ √3, y ആക്സിസിൽ വരുന്നത് 1. ഇതാണ് y ആക്സിസ്. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ് 1. ദാറ്റ് ഈസ് √3, 1. ഇനി ലെഫ്റ്റ് ട്രയാങ്കിൾ BOC കൺസിഡർ ട്രയാങ്കിൾ BOC കൺസിഡർ ചെയ്യണം. OA 2 ആയതുകൊണ്ട് OBയും 2 തന്നെയാണ് വരിക. ഇവിടെ 90 ആണ് സെൻറ്ററിൽ, ഇവിടെ 90, ഇവിടെ 30 ഉണ്ട്, ബാക്കി ഇവിടെ വരുന്നത് 60 ആയിരിക്കും, ഇവിടെ 30 ആയിരിക്കും വരിക അല്ലേ. ടോട്ടൽ ആംഗിൾ 180 അല്ലേ വരുന്നത്. 180ൽ 90 ഇവിടെ ഉണ്ട്, ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ 30 ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. 90 30 മൈനസ് ചെയ്താൽ 60 ഡിഗ്രി. കൺസിഡർ ട്രയാങ്കിൾ BOC 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. 1:√3:2. 90യുടെ ഓപ്പോസിറ്റ് ഓൾറെഡി 2 ഉണ്ട്. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് 1, 60യുടെ ഓപ്പോസിറ്റ് √3. ഈ പോയിൻ്റ് എത്ര കിട്ടി? √3. ഈ പോയിൻ്റ് എത്ര കിട്ടി? 1. അപ്പോൾ ലെഫ്റ്റ് സൈഡാണല്ലോ 1 വരുന്നത് അല്ലേ. എക്സ് ആക്സിസ് ലെഫ്റ്റിലല്ലേ. അപ്പം -1, √3. ബി പോയിൻ്റ് എത്ര വന്ന്? -1, √3. -1, √3. അപ്പോൾ വെറുതെ പഠിച്ചതാണോ ട്രിഗണോമെട്രി? അല്ല, ട്രിഗണോമെട്രി കൂടി ഇതിലേക്ക് ചെറിയ കേസിൽ ലിങ്ക് ചെയ്ത് വന്നു. ശ്രദ്ധിക്കൂ, വളരെ മനോഹരമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇൻ ദി ഫിഗർ സർക്കിൾ വിത്ത് സെൻറ്റർ ഒറിജിൻ OO 00. ദെൻ കൺസിഡർ ട്രയാങ്കിൾ AOD 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. 1:√3:2. ദെൻ 90യുടെ ഓപ്പോസിറ്റ് 2 ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. ദെൻ അതർ 2 സൈഡ്സ് 1 and √3 വന്നു. ഈ വരുന്ന കേസിൽ എക്സ് ആക്സിസിലാണ് √3, OD ആണ് √3 ഡിസ്റ്റൻസ്. അപ്പോൾ √3, AD ആണ് 1. ദാറ്റ് ഈസ് 1, √3, 1. ഇനി ലെഫ്റ്റിലേക്ക് സെപ്പറേറ്റ് തന്നെ ട്രയാങ്കിൾ ഉണ്ടാക്കണം, കാരണം അല്ലാണ്ട് അതിന് നെഗറ്റീവ് ഇട്ടും കൂടെ എഴുതിയിട്ട് കാര്യമില്ല. മനസ്സിലാക്കുന്നില്ല? അത് റെക്റ്റാങ്കിളിനോ സാധിക്കുള്ളൂ, ഇതിന് സാധിക്കില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? 60 ആണ് ഈ ആംഗിൾ. 60, 30, 90. 1:√3:2. ദെൻ എത്ര വന്നു? 60യുടെ ഓപ്പോസിറ്റ് √3, 30യുടെ ഓപ്പോസിറ്റ് 1. 0 to OC വരെ. OC ആണ് എക്സ് ആക്സിസ്, -1 ആണ്. കാരണം നെഗറ്റീവ് നമുക്ക് അതിൽ കിട്ടത്തില്ല. ഏത് പോയിന്റിൽ കിട്ടുമ്പോൾ നമുക്ക് പോസിറ്റീവാണ് വരുന്നത്. പക്ഷേ മാർക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് -1. y ആക്സിസ് പോസിറ്റീവ് തന്നെയാണ് √3. -1, √3. അപ്പോൾ വലിയ പ്രയാസമുണ്ടോ? പ്രയാസങ്ങളൊന്നുമില്ല. കുറച്ചൊരു മെൻ്റൽ എബിലിറ്റി അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പോയിൻറ്റ്സ് എവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, പോയിൻറ്റ്സ് എങ്ങനെ മിസ്സിങ് തന്നിട്ടുണ്ട്, ഏത് പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു മെൻ്റൽ എബിലിറ്റി. അത് നിങ്ങൾ എല്ലാവരും മിടുക്കരായതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ പോയിൻ്റ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് എന്തില്ല, പ്രശ്നമില്ല. കാരണം ആ പോയിൻ്റ് കറക്റ്റ് അങ്ങോട്ട് എഴുതി വെക്കും, നിങ്ങൾ മിടുക്കരായിട്ട് എഴുതി വെക്കും. അപ്പോൾ കിട്ടുന്ന ഐഡിയ നമ്മൾ പഠിക്കേണ്ടത്, എന്നിട്ട് പോയിൻ്റ് എഴുതി വെക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് ദി ട്രയാങ്കിൾ. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് ദി ട്രയാങ്കിൾ. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് ദി ട്രയാങ്കിൾ. y axis, x axis, 0, 1, 2, 3, 4. That is 1, 2, 3, 4. ഇതിങ്ങനെ ആണ് കാണിച്ചിട്ടുള്ളത്. ഇത് 2ൻ്റെ മുകളിലാണ്, പെർപെൻഡിക്കുലർ 2ൻ്റെ മുകളിലാണ് കാണിച്ചിരിക്കുന്നത്. 0 to 1. ഇതിനെ വേണമെങ്കിൽ ഇത് എപ്പോഴും ഒറിജിൻ O പോയിൻ്റ് തന്നെ ആക്കി എടുത്തോട്ടെ. BC ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. O പോയിൻ്റ് എന്തായിരിക്കും വരിക? ഫിഗർ ഇങ്ങനെയാണ്. O പോയിൻ്റ് 0, 0 ഒറിജിൻ്റെ മുകളിലാണ് ഒരു വെർട്ടെക്സ് വരുന്നത്. B പോയിൻ്റ് 4 വരുന്നത്. 4, 0. വെരി ഗുഡ്. 4, 0 B പോയിൻ്റ്. ഇതെന്തായിരിക്കും വരിക മക്കളെ? പെർപെൻഡിക്കുലർ 2 ആണ്, 4 ആണ്. C is equal to 2, 4. നോക്കി എഴുതേണ്ട പണിയല്ലേ എല്ലാവർക്കും ഉള്ളൂ. 2, 4. പിക്ചർ കറക്റ്റ് ആക്കിയിട്ട് അവിടെ തന്നിരിക്കും, ലൈൻസൊക്കെ അവർ വരച്ച് തന്നിരിക്കും. നമ്മളത് പോയിൻറ്റും കൂടെ എടുത്ത് എഴുതേണ്ട പണിയുള്ളൂ. 2, 4, 0, 0, 4, 0 are 3 കോർഡിനേറ്റ്സ്. സിമ്പിളാണിത്, വളരെ സിമ്പിളാണ് സാധനം. പോയിൻറ്റ്സ് എടുത്ത് എഴുതേണ്ട പണി മാത്രമേ ഉള്ളൂ, വേറെ ഒരു പണിയില്ല. പോയിൻ്റ് എടുത്ത് എഴുതണം. ആ പോയിൻ്റ് എഴുതുന്നത് കണ്ണിന് നല്ലോണം പവർ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, വേറൊരു പണി ഇതിനില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The sides of a square
the sides of a square of side 5 centimeter. 5 centimeter. ഇവിടെ സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന സൈഡ് ആയതുകൊണ്ടാണ്. are parallel to the axis. Are parallel to the axis. Its left bottom corner 0 0. Find the coordinates of the other vertices. Find the coordinates of the other vertices. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസ് വൈ ആക്സിസ് ലെഫ്റ്റ് ബോട്ടം കോർണർ 0 0 ആണ്. ലെഫ്റ്റ് ബോട്ടം കോർണർ 0 0. ദെൻ 5 യൂണിറ്റ് അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ ആണ് സ്ക്വയറിൻ്റെ സൈഡ്സ് ഒക്കെ. അപ്പം അതർ 2 വെർട്ടിസസ് ആണ് കണ്ടത്. ABC OABC ആണ്. O0 0 ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഒക്കെ 5, ഓൾ സൈഡ്സ് 5 ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം കോമൺ ആയിട്ട് വരുമ്പോൾ 5,0 പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ് y is equal to 0. ഈ പോയിൻ്റ് എന്തായിരിക്കും വരിക എന്ന് എല്ലാവർക്കും അറിയാം. എന്തായിരിക്കും ആ പോയിൻ്റ് വരിക? 0,5 അല്ലേ? 0,5 അല്ല ഡിസ്റ്റൻസ് വരും. സോറി, ഇത് 5,0 0,5 അല്ല 5 ഇതാ എക്സ് ആക്സിൽ 5 അല്ലേ? ഇവിടെ എന്താണ് വൈ ആക്സിൽ 5. ഈ പോയിൻ്റാണ് എന്ത് വരുന്നത്? 0,5. അപ്പോൾ ശ്രദ്ധിക്കുക, എ പോയിൻ്റ് വരുന്നത് 5,0 ആണ് ഡിസ്റ്റൻസ്. എല്ലാം 5 ആണ്. നോക്കൂ നിങ്ങൾ, 5ൻ്റെ കളിയാണ്, കാരണം ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എ 5,0, ബി എക്സ് ആക്സിസ് 5, വൈ ആക്സിസ് 5. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 5. അപ്പോൾ എത്ര വന്ന് 5,5 ബി പോയിൻ്റ്. സി പോയിൻ്റ് ഓൺ വൈ ആക്സിസിലാണ്. എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. 0,5. അപ്പോൾ മിസ്സിംഗ് പോയിൻ്റ് ഏതൊക്കെയാണ്? എ 5,0, ബി 5 വൈഫൈ അല്ല 5. ദെൻ സി വരുന്നത് 0,5. അപ്പോൾ മിസ്സിംഗ് പോയിൻ്റുകൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ മിസ്സിംഗ് പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒട്ടനീളമുള്ള കാര്യം. മിസ്സിംഗ് പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക, വേറൊരു പണിയില്ല. അതിന് ഫിഗർ അവർ തരും, ജോമെട്രി അവർ തരും. അതാണ് ജോമെട്രി എന്ന് പറയുന്നതിന്. കോർഡിനേറ്റ് ജോമെട്രിയാണ്. ജോമെട്രി വരുമ്പോൾ അത് കോർഡിനേറ്റ് ജോമെട്രിയായി. സ്റ്റഡി ഓഫ് ജോമെട്രി വിത്ത് കോർഡിനേറ്റ്സ് അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കുള്ള ഒരു ടോപ്പിക്ക്, കോർഡിനേറ്റ്സിൻ്റെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഫിനിഷ് ചെയ്തത്. പൊസിഷൻ ആൻഡ് നമ്പേഴ്സ് എന്നാണ് ഇതിൻ്റെ ടോപ്പിക്ക് വരുന്നത് അല്ലേ? പൊസിഷൻസ് ആൻഡ് നമ്പേഴ്സ്. അപ്പോൾ കുറേ മിസ്സിംഗ് ഫിഗർ തന്ന് മിസ്സിംഗ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. എക്സ് ആക്സിസ് ഹൊറിസോണ്ടൽ ലൈൻ എക്സ് ആക്സിസ്, vertical line y axis. This plane is called Cartesian plane or xy plane. X point first abscissa, second point y point ordinate, that is coordinates ആണ്. കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക, മിസ്സിംഗ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. മെൻ്റലി കണ്ടുപിടിക്കാൻ പറ്റും. അത് പ്രൂഫ് ആണ് നമ്മൾ ഓരോ പ്രോബ്ലത്തിലും കാണിച്ചു തന്നത്. മെൻ്റലി പോയിൻറ്റ്സിനാണ് മാർക്ക്. കണ്ടുപിടിക്കുന്ന പോയിൻറ്റിന് കറക്റ്റ് ആണെങ്കിൽ ഹാഫ് മാർക്ക് അങ്ങനെയാണ് വരിക. മനസ്സിലായല്ലോ? പിക്ചർ എടുത്ത് വരച്ചിട്ട് പഠിക്കണം. പിക്ചർ എടുത്ത് വരച്ച് എവിടെ പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ് വൈ ഇസ് ഈക്വൽ ടു 0, പോയിൻ്റ് ഓൺ വൈ ആക്സിസ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതൊക്കെ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റാണത്, ക്രൈറ്റീരിയയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യണം. വേറൊരു പ്രയാസവും ഇല്ല അതിന്. ഇത് കോർഡിനേറ്റ്സ് എടുക്കുക, ചെയ്യുക, പഠിക്കുക. കോർഡിനേറ്റ്സ് എടുക്കുക, ചെയ്യുക, പഠിക്കുക. പ്രാക്ടിക്കൽ മൈൻഡിലൂടെ കണ്ടുപിടിക്കുക. വേറെ പണിയൊന്നുമില്ല കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. നന്ദി, നമസ്കാരം.